കേരളീയരുടെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് വിഷു. വിഷുവിനെ സംബന്ധിച്ച് നിരവധി ഐതിഹ്യ കഥകളുമുണ്ട്. അതിലൊന്ന് ഇങ്ങനെയാണ്. കണ്ണനെ കളിക്കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുഞ്ഞിന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാനെ കാണണമെന്നും കണ്ണനോടൊപ്പം കളിക്കണമെന്നും. അതിനുവേണ്ടി അവൻ എന്നും പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിന്റെ പ്രാർത്ഥനയിൽ മനം നിറഞ്ഞ കൃഷ്ണൻ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ആ ബാലന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സന്തോഷം കൊണ്ട് ആ കുട്ടി കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു. കണ്ണൻ കുട്ടിയോട് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. നിന്നെ കാണുന്നതല്ലാതെ മറ്റെന്താണ് വേണ്ടത് എന്ന് കണ്ണീരോട് മറുപടി പറഞ്ഞു. ബാലന് തന്നോടുള്ള സ്നേഹത്തിൽ മനസ്സ് നിറഞ്ഞ കൃഷ്ണൻ തന്റെ അരയിൽ അണിഞ്ഞിരുന്ന അരഞ്ഞാണം കുട്ടിക്ക് സമ്മാനമായി നൽകി. കുട്ടി തനിക്ക് കണ്ണനിൽ നിന്ന് അരപ്പെട്ട സമ്മാനം കിട്ടിയ കാര്യം പലരോടും പറഞ്ഞുവെങ്കിലും ആരും വിശ്വസിച്ചില്ല. അടുത്ത ദിവസം അമ്പലത്തിലെ പൂജാരി നട തുറന്നപ്പോൾ കണ്ണന്റെ അരയിലെ അരപ്പെട്ട കാണാതായി ശ്രദ്ധിക്കുകയും ആ വാർത്ത നാട്ടിൽ പരക്കുകയും ചെയ്തു. പലരും ആ കുട്ടിയെ കള്ളനാണെന്ന് പറഞ്ഞ് അപമാനിക്കാൻ തുടങ്ങി. ആളുകൾ തന്റെ കുട്ടിയെ കള്ളൻ എന്ന് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാലനെ അടിച്ച് അരപ്പെട്ട വലിച്ചെറിഞ്ഞു. അരപ്പെട്ട ഒരു മരത്തിലെ ചെന്ന് വീണു. പെട്ടെന്ന് ആ മരം നിറയെ മഞ്ഞപ്പൂക്കൾ കൊണ്ട് വിരിഞ്ഞ് ശോഭനമായി. ആ മരമാണ് കണിക്കൊന്ന എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ആ ദിവസമാണ് വിഷു എന്നാണ് ഐതിഹ്യം.